നിറഞ്ഞ അധ്യാപകരെ, വേദപാഠ വിദ്യാർത്ഥികളെ, ആഗതമാകുന്ന ക്രിസ്തുമസ് ഒരുക്കമായി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നക്ഷത്ര ദീപങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പുൽക്കൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ വീടുകളിൽ പുൽക്കൂടുകൾ നിർമ്മിക്കേണ്ടത്. അവസാനം ആ ക്രിസ്മസ് രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ പുൽക്കൂട്ടിൽ വന്ന് ഉണ്ണീശോയുടെ മുഖത്തേക്ക് നോക്കുക. നിശബ്ദമായ ഉണ്ണീശോ നിങ്ങളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങളും ചോദിക്കണം, ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് പുൽക്കൂട്ടിലേക്ക്. ഇന്നത്തെ നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഉണ്ണീശോയോട് പറയണം. അങ്ങനെ ശാന്തമായ ഒരു രാത്രി, വിശുദ്ധമായ ഒരു രാത്രി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്നത്തെ ഓൺലൈൻ അസംബ്ലിക്ക് നേതൃത്വം കൊടുക്കുന്ന 4ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, അവർ സഹായിക്കുന്ന മാതാപിതാക്കൾക്കും, അവരെ നയിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ നിഖിലേക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നാലാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളും ഈശോയെ സ്വീകരിക്കാൻ നന്നായി ഒരുങ്ങുന്നില്ലേ? 25-ാം തീയതി ഈശോ വരുമ്പോ ഈശോയോട് പറയണം, ഈ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും ഒക്കെ സാധിച്ചു തരാൻ മക്കൾ നന്നായിട്ട് പ്രാർത്ഥിക്കണേ. അങ്ങനെ നന്നായി ഒരുങ്ങി ഈശോയെ 25-ാം തീയതി ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ട എല്ലാ ആശംസകളും സിസ്റ്റർ നേരുന്നു, എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നു. സ്നേഹമുള്ള വികാരിയച്ഛ, മതബോധന അധ്യാപകരെ, മാതാപിതാക്കളെയും സഹപാഠികളെ, നിങ്ങളെല്ലാവരെയും 4ാം ക്ലാസ്സിന്റെ ഓൺലൈൻ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മന്നയായി ഭൂവിൽ വന്ന സ്നേഹത്തെ പുഞ്ചിരിയോടെ പുൽകുന്നു. കണ്ണിനാനന്ദം നീയേ യേശു, ഉള്ളിനാനന്ദം നീയേ, കാതിനിമ്പവും നീയേ യേശു, പാരിനാശ്വാസം നീയേ. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു നിന്റെ പുണ്യനാമ കീർത്തനം. മഞ്ഞയായി ഭൂവിൽ വന്ന സ്നേഹത്തെ പുഞ്ചിരിയോടെ പുൽകുന്നു. കണ്ണീരാനന്ദം നീയേ യേശു, ഉള്ളിനാനന്ദം നീയേ, കാതിനിമ്പവും നീയേ യേശു, പാരിനാശ്വാസം നീയേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 30 വരെ വചനങ്ങൾ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച് 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലായി നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എസ്ബേലായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അർവാന്തരത്തിന്റെ അർത്ഥം എന്നവൾ ചോദിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. പ്രതിജ്ഞ. ദൈവം എന്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരീ സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു.
പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെയും ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, മിസ്റ്റേഴ്സ്, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു വിസ്തനാണ് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ. സ്പെയിനിൽ നവാറയിലുള്ള സേവ്യർ മാളികയിൽ 1506 ആണ് അദ്ദേഹം ജനിച്ചത്. 74 വയസ്സിൽ അദ്ദേഹം മിസ്റ്റർ ഇഗ്നേഷ്യസ് ലയോളയുടെ ക്ഷണം സ്വീകരിച്ച് ആധ്യാത്മികാഭ്യാസം നടത്തി. 1537 ആണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. ഇന്ത്യ, മലാക്ക, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രോടൊത്തുകൂടെ ജീവിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പലയിടങ്ങളിലെ വിശുദ്ധൻ 3 ലക്ഷം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു. പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ലിസ്ബണിൽ നിന്ന് 1541 ഏപ്രിൽ 7-ാം തീയതി അദ്ദേഹം പുറപ്പെട്ടു. വാടകാസ്, തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ രാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധൻ ഒരു കുരിശ് കയ്യിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളോട് കൂടെ ചെന്ന് ഇനി മുന്നോട്ട് നീങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങി. അതിന് കൃതജ്ഞയായി മഹാരാജാവ് വലിയ അച്ഛൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി. 1952 ഡിസംബർ 2-ാം തീയതി വെള്ളിയാഴ്ച അദ്ദേഹം യേശുവിന്റെ നാമം ഉച്ചരിച്ചു മരിച്ചു. ഇപ്പോഴും പൂർണ്ണമായി അഴുകാതിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരം ഗോവയിലെ ഉണ്ണീശോയുടെ ബസിലിക്കയിൽ സൂക്ഷിക്കപ്പെടുന്നു. 1622 മാർച്ച് 2-ന് ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ കത്തോലിക്ക പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മധ്യസ്ഥനാണ്. സഭാവാർത്തകൾ. ഹൃദയ പാലിയേറ്റീവ് കെയറിന് ഇരിങ്ങാലക്കുടി കേന്ദ്രമന്ദിരം. ഇരിങ്ങാലക്കുട മാർച്ചിൻസ് പഴയാത്തിൽ മെമ്മോറിയൽ ഹൃദയ പാലിയേറ്റീവ് കെയർ കേന്ദ്രമന്ദിരവും പാലിയേറ്റീവ് കെയർ സെന്ററും ഇരിങ്ങാലക്കുടിയിലെ ഗാന്ധിഗ്രാമിൽ കളക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർക്കോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് ഡോക്ടർ റാഫി മന്നലി ആഗ്ര ആർച്ച് ബിഷപ്പ്. തൃശൂർ അലഹാബാദ് രൂപത ബിഷപ്പ് ഡോക്ടർ റാഫി മന്നലി ഇനി ആഗ്ര ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ്. തൃശൂർ അതിരൂപതയിലെ വെണ്ടൂർ ഇടവാംഗമാണ് നിയുക്ത ആർച്ച് ബിഷപ്പ്. കുട്ടികൾക്കായി മൊബൈൽ ആപ്പ്. ഇരിഞ്ഞാലക്കുട KCSL കുട്ടികൾക്കായി ഒരു മൊബൈൽ ആപ്പ് തയ്യാറാക്കി. IJK ജിംഗിൾ ബെൽസ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. 25 നോമ്പിലെ ഓരോ ദിവസത്തെയും ടാസ്കുകൾ, വാൾപേപ്പറുകൾ, വചനം, ക്രിസ്മസ് ചിന്ത എന്നിവ ആപ്പിൽ ലഭ്യമാണ്. 25 നോമ്പിന് തുടക്കം. രക്ഷകനെ കാത്തിരുന്ന പൂർവ്വപിതാക്കന്മാരെ പോലെ ഇനി നമുക്ക് സുഹൃതങ്ങളുടെ പുണ്യകാലം. കോവിഡിന് മുന്നിൽ തോൽക്കാതെ ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ ആഗമനത്തിനായി 25 ദിനരാത്രങ്ങൾ നമുക്ക് നോമ്പെടുത്ത് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. നന്ദി.